ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട്, അതായത് പുളിപ്പിക്കാനൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം കൂടി ഒന്ന് അരച്ചെടുത്താൽ അപ്പോൾ തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ദോശയുടെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെയോ വൈകിട്ടോ എപ്പോഴാണോ നമുക്ക് കഴിക്കാനായിട്ട് തോന്നുന്നത് അപ്പോൾ തന്നെ അരച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ദോശ. എങ്കിൽ പിന്നെ നമുക്ക് ഈ ദോശ വേഗം തന്നെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പ് അളവിൽ ചെറുപയറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതേ അളവിൽ തന്നെ പച്ചരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/2 കപ്പ് അളവുണ്ടല്ലോ, ആ ഒരു അളവ് കപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആ ഒരു അളവ് കപ്പിന് 1 കപ്പ് അളവിൽ തന്നെ നമ്മുടെ കപ്പലണ്ടി ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പച്ച കപ്പലണ്ടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് അടച്ച് വെക്കുകയാണ്. ഇതിപ്പോൾ രാത്രിയിലാണ് ഞാൻ അടച്ച് വെച്ചിരിക്കുന്നത്. രാവിലെയാണ് നമ്മളിത് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നന്നായിട്ട് ഇത് കുതിർന്ന് കിട്ടും. ഒരു 5 മണിക്കൂറെങ്കിലും കുതിർത്തെടുത്താൽ മതി കേട്ടോ. ഈ ഒരു ദോശ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചമ്മന്തിയും കൂടി തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പൊട്ടുകടല, കുറച്ച് തേങ്ങ, കറിവേപ്പില, കൊച്ചുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, ചെറിയ നാരങ്ങ വലുപ്പത്തിന് പിഴിപുളിയും, 2-3 വറ്റൽമുളകും മല്ലിയിലയും കൂടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് അരയ്ക്കുമ്പോൾ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുക്കാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകാതെ തരിതരിയായിട്ടാണ് ഞാനിവിടെ ഈ ഒരു ദോശയ്ക്കുള്ള ചമ്മന്തി തയ്യാറാക്കാനായിട്ട് പോകുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ താളിച്ചൊഴിക്കാം. ഞാനിപ്പോൾ താളിച്ചൊന്നും ഒഴിക്കുന്നില്ല, അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് താളിച്ചൊഴിക്കണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചെടുക്കാം. ഞാനിപ്പോൾ താളിച്ച് കൊടുക്കാതെ തന്നെ ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതുപോലെ തരിതരിയായിട്ട് ഒത്തിരി വെള്ളം ചേർക്കാതാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ രാവിലത്തേക്ക് എടുത്തപ്പോൾ കണ്ടോ, നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഈ വെള്ളം കളയരുത്, ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം കൂടി ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാനായിട്ട് കഴിയും. ഇത് അരയ്ക്കുമ്പോൾ ഇതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടി ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പിലയാണെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പം അരിയൊക്കെ കുതിർത്ത ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല. സാധാരണ നമ്മൾ ദോശയ്ക്ക് അരയ്ക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം കൂട്ടാതെ അരച്ചെടുക്കുക. പിന്നെ വേണമെങ്കിൽ വെള്ളം ഒരല്പം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ദോശ ചുട്ടെടുക്കാനായിട്ട് കഴിയും. കാര്യം സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ പുളിപ്പിക്കാനൊക്കെ വെക്കുമല്ലോ, ഇതങ്ങനെ പുളിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അരച്ചെടുത്താൽ അപ്പോൾ തന്നെ നമുക്ക് ചുട്ടെടുക്കാനായിട്ട് കഴിയുന്നതാണ്. ഞാനിപ്പോൾ ദോശ ചുടാനായിട്ട് നമ്മുടെ ദോശത്തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യോ എണ്ണയോ എന്താണെന്ന് വെച്ചാൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേരും കേട്ടോ. ഞാനിപ്പോൾ എണ്ണയാണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ മാവൊക്കെ ഒഴിച്ച് കൊടുത്ത് നല്ല റൗണ്ടിലൊക്കെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് നെയ്യൊക്കെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു ദോശയ്ക്ക് അല്പം കൂടി ടേസ്റ്റ് കൂടും. ഞാനിപ്പോൾ കുറച്ച് നെയ്യൊക്കെ ഒന്ന് മുകളിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ 2 സൈഡും മൊരിയിച്ചെടുക്കാമെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ദോശ ചുട്ടെടുക്കാനായിട്ട് കഴിയും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയാണിത്. ഒരു സൈഡ് ഇപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും തിരിച്ച് മറിച്ച് വിട്ട് മുരിച്ചെടുത്താൽ മതി. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ദോശ ചുടുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് കൊടുത്തിട്ട് വേണം തയ്യാറാക്കാനായിട്ട്. കൊച്ചു കുട്ടികൾക്ക് പോലും ഈ ഒരു ദോശ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ് കേട്ടോ. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ദോശയാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ മുളക് ചേർക്കാതെ തയ്യാറാക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഒരല്പം എരിവുള്ളത് കൊണ്ടേ കഴിക്കാനായിട്ട് പിള്ളേർ മടിക്കും. അതുകൊണ്ട് ആ മുളക് അങ്ങ് മാറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം കൂടി ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.